ഗെറ്റ് ഷോപ്പ് ആപ്പിൽ എങ്ങനെ ഓഫറുകൾ ലിസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ തന്നെ നിങ്ങളുടെ പ്രൊഡക്ട്സ് പേജിൽ ഏറ്റവും മികച്ച ഓഫറിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം ആഡ് ചെയ്ത് വെക്കുക. പുതിയൊരു ഓഫർ ക്രിയേറ്റ് ചെയ്യാനായി ആക്റ്റീവ് ഓഫേഴ്സ് പാനലിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഏത് പ്രൊഡക്റ്റ് ആണോ ഓഫർ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ പ്രൊഡക്റ്റിന് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും സ്വയമേ ഇവിടെ വന്നിട്ടുണ്ടാവും. മറ്റുള്ള വിവരങ്ങൾ നമുക്കിവിടെ കൂട്ടിച്ചേർക്കാം. ആദ്യമായി ഓഫർ കാറ്റഗറി ഇങ്ങനെ തിരഞ്ഞെടുക്കാം. ശേഷം ഓഫർ പ്രൈസ് എഡിറ്റ് ചെയ്യാം. ആവശ്യമെങ്കിൽ അളവുകളിലും യൂണിറ്റിലും മാറ്റം വരുത്താം. അടുത്തതായി സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ സ്റ്റോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര കസ്റ്റമേഴ്സിന് ഈ ഓഫർ ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഓഫറിന്റെ ഓരോ പർച്ചേസിലും നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂട്ടിച്ചേർക്കാം. ഇനി ഈ ഓഫറിന്റെ സമയപരിധിയാണ് കൊടുക്കേണ്ടത്. പരമാവധി 24 മണിക്കൂർ വരെയാണ് ഒരു ഓഫറിന്റെ കാലാവധി. ശേഷം പബ്ലിഷ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓഫർ ലൈവ് ആയത് കാണാം. അതിൽ ഓഫറിന്റെ സമയപരിധി ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിരിക്കുന്നു. എഡിറ്റ് ആഡ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓഫറുകൾ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാം. ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഓഫർ സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്യാം. അടുത്തതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഓരോ നിശ്ചിത ഇടവേളകളിലും ലൈവായ ഓഫറുകൾ ഓട്ടോമാറ്റിക്കലി പോസ് ആകുന്നതാണ്. സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്താൽ അത് വീണ്ടും ലൈവ് ആകും. അതിന് പ്രത്യേക ചാർജുകളൊന്നുമില്ല. നമ്മൾ മുൻപിട്ട ഓഫറുകൾ എക്സ്പയർഡ് ആയ ശേഷം ആവശ്യമെങ്കിൽ മാർക്കറ്റിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് റീപോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇടുന്ന ഓഫറുകളുടെ എണ്ണത്തിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റിംഗ് ബാലൻസ് കുറയുന്നുണ്ട്. ലൈവായ ഓഫറുകൾ സ്റ്റോപ്പ് പബ്ലിഷിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നിർത്താവുന്നതാണ്. എക്സ്പേർട്ട് ഫിൽറ്ററിൽ ആ ഓഫർ കാണാൻ സാധിക്കും.